ഇന്ന് കൊറിയറിൽ വന്ന ഐടെലിൻ്റെ A70 ഫോണാണിത്. 4GB റാം, 128GB റാം, അപ് ടു 12GB റാം വിത്ത് മെമ്മറി ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. 13MP റിയൽ ക്യാമറ ആൻഡ് BMP ഫ്രണ്ട് ക്യാമറ, 5000 മീറ്റർ വിത്ത് ടൈപ്പ് C, സൈഡ് ഫിംഗർ പ്രിൻ്റ്, ഒക്ടാ കോർ പ്രോസസ്സർ, പിന്നെ സ്ക്രീൻ സൈസ് 6.56 ഇഞ്ചസ്, പവർഫുൾ പെർഫോമൻസ്, ഫ്രണ്ട് ക്യാമറ 13MP ഡ്യുവൽ റിയൽ ക്യാമറ, ക്യാമറ ഫീച്ചേഴ്സ് പോർട്രേറ്റ്, റെസല്യൂഷൻ 1611x720 പിക്സൽസ്, മോഡൽ ഇയർ 2024, ഐറ്റം വെയ്റ്റ് 187 ഗ്രാം. പിന്നെ മാനുഫാക്ചേഴ്സ് എസ് മൊബൈൽസ് ആൻഡ് ഡിവൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ വൈഡ് ക്യാപ്ചർ റെസല്യൂഷൻ 1080 പിക്സൽ 720. എന്തായാലും കൊള്ളാം എന്നാണ് തോന്നുന്നത്, വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, 13MP നോക്കാം. റിയൽ ക്യാമറയാണ്, മെഗാപിക്സൽ 13 ഉണ്ട്. സാധാരണ അത്തരം ഫോണുകൾക്കൊക്കെ 10,000-ൽ കൂടുതൽ ചാർജ് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഐടെൽ A70യെ സംബന്ധിച്ച് കുറഞ്ഞ സ്റ്റോറേജ് 4GB ആൻഡ് 128GB റാം വരെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലഗിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഹെഡ്ഫോൺ അങ്ങനെയുള്ളതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ഫോട്ടോ എടുത്തതാണ് ഇത്, വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഫോണിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഇത്ര കുറഞ്ഞ ചാർജിന് ഇങ്ങനെയുള്ളൊരു സൗകര്യങ്ങൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അല്ലേ?